നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ ന്യൂസ് ക്യാപ്സ്യൂളിലൂടെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ ടീമിനെ നയിക്കും. സഞ്ജു സാംസണും ടീമിൽ. പേസർ ബേസുൽ തമ്പി ടീമിൽ നിന്ന് പുറത്ത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ നിർദ്ദേശം. തിരിമറി നടന്നെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറാനുള്ള തീരുമാനം സംശയകരമെന്നും കോടതി. SITയിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിമാരും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ട് എങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി. സ്വർണ്ണപ്പാളി മോഷണം അന്വേഷിക്കണമെന്ന കോടതി ഉത്തരവ് സർക്കാരിന് കനത്ത തിരിച്ചടിയെന്ന പ്രതിപക്ഷ നേതാവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടിയാൽ പല CPM നേതാക്കളും അകത്താകും. നടപടിക്രമങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയാണ് A. പത്മകുമാറിന്റെ മകനെ യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണിക്കായി ചുമതലപ്പെടുത്തിയതെന്നും VD സതീശൻ. ശബരിമലയിലെ യോഗദണ്ഡ് സ്വർണം പൂശിയതിലും ദുരൂഹത. സ്വർണ്ണദണ്ഡ് പൂശാൻ നൽകിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ മകന്. 2019 ജയകുമാർ പത്മദണ്ഡിൽ സ്വർണം പൂശി നൽകിയത്. തന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പത്മകുമാർ. യോഗദണ്ഡുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമെന്ന് തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. യോഗദണ്ഡിൽ സ്വർണം ചുറ്റുകയാണ് ചെയ്തത്. ഇതിനായി ദണ്ഡ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നും പത്മകുമാർ. ശബരിമലയിൽ നടന്നത് ഭീകരമായ തീവെട്ടിക്കൊള്ളയെന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഹൈക്കോടതി ഇടപെടലില്ലെങ്കിൽ ഇതൊന്നും പുറത്തുവരില്ലായിരുന്നു. ദേവസ്വം സ്വത്തുകൾ കൊള്ളയടിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും KC വേണുഗോപാൽ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി.